വെൽക്കം ബാക്ക് ടു സൈലം ലേണിംഗ്. ശ്വേത മിസ് ആണ്. സോ അടിപൊളിയായിട്ട് നമ്മുടെ ആനുവൽ എക്സാമിന്റെ പ്രിപ്പറേഷൻസ് ഒക്കെ നടന്നുകൊണ്ട് നിൽക്കുകയാണ്. നമ്മൾ ഓരോ ചാപ്റ്റേഴ്സ് ആയിട്ട് പഠിച്ചുകൊണ്ട് നിൽക്കുകയാണ് അല്ലേ. സോ നമ്മുടെ പെരിമീറ്റർ ആൻഡ് ഏരിയ എന്ന് പറഞ്ഞ ഒരു ചാപ്റ്ററിലെ ഒരു ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യനുമായിട്ടാണ് മിസ് വന്നിട്ടുള്ളത്. എങ്ങനെയാണ് ഈ ഒരു ക്വസ്റ്റ്യൻ ചെയ്യുക എന്ന് നമുക്ക് നോക്കാം അല്ലേ. ഷസ്ലി ടുക്ക് എ വയർ ഓഫ് ലെങ്ത് 44 സെന്റിമീറ്റർ. 44 സെന്റിമീറ്റർ ആണ് ഇവിടെ മിസ് ഇതാ വരച്ചിട്ടുള്ള ഈ ഒരു വയറിന്റെ ലെങ്ത്. ഇതിനെ എന്ത് ചെയ്തു എന്നറിയോ? നമ്മളൊരു സർക്കിൾ ആക്കി ബെൻഡ് ചെയ്ത് മാറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ദാ ഈ ഒരു സർക്കിളിന്റെ ഈ ഒരു സർക്കിളിന്റെ ചുറ്റുമുള്ള ഒരു ബ്ലാക്ക് വയറിന്റെ നീളം എന്ന് പറയുന്നത് എത്രയാണ്? 44 സെന്റിമീറ്റർ ആണെന്നാണ് അർത്ഥം. അതായത് മക്കളെ, ഒരു സർക്കിളിന്റെ ബൗണ്ടറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? അതിന്റെ സർക്കംഫറൻസ് ആണ് അല്ലെ. അതിന്റെ സർക്കംഫറൻസ് ആണ്. സോ സർക്കംഫറൻസ് ഓഫ് എ സർക്കിൾ ഇസ് ഈക്വൽ ടു 2πr ആണ് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ഈ ഫോർമുല അടിപൊളിയായിട്ട് അറിയാം മിസ് എന്ന് പറയുന്നുണ്ടാവും അല്ലെ. ഇനി നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞത് എന്താണെന്നറിയോ? ഈ ഒരു സർക്കിളിന്റെ റേഡിയസ്, അതായത് ഈ ഒരു സർക്കിളിന്റെ ആറ് കണ്ടുപിടിക്കാനും അതുപോലെ ഏരിയ കണ്ടുപിടിക്കാനുമാണ് നമ്മളുടെ ക്വസ്റ്റ്യൻ. അപ്പോ 44 is equal to 2 into 22/7 into r ആണ്. നമുക്കറിയാം അവിടെ തന്നിട്ടുണ്ട് π is equal to 22/7 എടുക്കാനാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. സോ r കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതിയടാ? 44 into 7 divided by 2 into 22 ചെയ്താൽ മതി. ഓക്കെ അല്ലേ. ഇനിയോ 2 into 2 ആണ് 4. ഇവിടെയും 2 into 2 ആണ് 4. ഈ 22നും 22നും ക്യാൻസൽ ചെയ്താൽ നമുക്ക് r എന്ത് കിട്ടൂടാ? r 7 സെന്റിമീറ്റർ ആണെന്ന് കിട്ടും. ഇനി ഏരിയ ഓഫ് സർക്കിൾ അല്ലേ. ഏരിയ ഓഫ് സർക്കിൾ നമ്മൾ കണ്ടുപിടിക്കണമെങ്കിൽ πr² ചെയ്താൽ മതി, വിച്ച് ഇസ് ഈക്വൽ ടു 22/7 ഇൻറ്റു r എന്ന് പറയുന്നത് 7 അല്ലേ. 7 into 7, ഈ 7ഉം 7ഉം ക്യാൻസൽ ആയി. 22 into 7 ചെയ്താൽ നമുക്ക് ഏരിയ കിട്ടും. 2 7s are 14. ഇവിടെയും 14 പ്ലസ് 1 എന്ന് പറയുന്നത് 15. സോ 154 സ്ക്വയർ സെന്റിമീറ്റർ ആണ് നമ്മളുടെ സർക്കിളിന്റെ ഏരിയ. നമ്മുടെ ക്വസ്റ്റ്യൻ കഴിഞ്ഞിട്ടില്ല. ഇഫ് ദ സെയിം വയർ ഇസ് ബെൻഡ് ഇൻ ടു ദ ഷേപ്പ് ഓഫ് എ സ്ക്വയർ, ഇതേ വയറിനെ നമ്മൾ എന്ത് ചെയ്തു? 44 സെന്റിമീറ്റർ ഉള്ള ഇതേ വയറിനെ നമ്മൾ എന്ത് ചെയ്തു? നമ്മളൊരു സ്ക്വയർ ആക്കിയിട്ട് മാറ്റിയിട്ടുണ്ട്. ഒരു സ്ക്വയർ ആക്കിയിട്ട് നമ്മൾ മാറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? യെസ്, ഈ ഒരു സ്ക്വയറിന്റെ പെരിമീറ്റർ എന്ന് പറയുന്നത് അല്ലേ, പെരിമീറ്റർ ഓഫ് ദ സ്ക്വയർ ഇസ് ഈക്വൽ ടു 44 സെന്റിമീറ്റർ. അങ്ങനെയെങ്കിൽ ഒരു സൈഡ് എത്രയാണ് എന്നാണ് നമ്മളുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. പെരിമീറ്റർ ഓഫ് എ സ്ക്വയർ എന്താണ്? 4 into സൈഡ് ആണ് എന്ന് നമുക്കറിയാം അല്ലേ. 4 into സൈഡ് ആണ് പെരിമീറ്റർ ഓഫ് എ സ്ക്വയർ. സോ 44 is equal to 4 into സൈഡ് ചെയ്താൽ മതി. നമുക്ക് സൈഡ് എത്രയാന്ന് കിട്ടും? 44/4 which is equal to 11 സെന്റിമീറ്റർ ആണ് എന്ന് കിട്ടും. ഇനി ഈ ഒരു സ്ക്വയറിന്റെ ഏരിയ കണ്ടുപിടിക്കണം അല്ലേ. ഏരിയ ഓഫ് എ സ്ക്വയർ എന്ന് പറയുന്ന മക്കളെ എന്താണ്? സൈഡ് ഇൻറ്റു സൈഡ് വിച്ച് ഇസ് ഈക്വൽ ടു 11 into 11 ദാറ്റ് ഇസ് ഈക്വൽ ടു 121 സ്ക്വയർ സെന്റിമീറ്റർ. ഇനി നമ്മളെ ചോദ്യം കഴിഞ്ഞോ? കഴിഞ്ഞിട്ടില്ല. ഒരു ഭാഗം കൂടെ ഉണ്ട്. Is bent into the shape of a square. What will be the length of each of its sides? ചെയ്ത് കഴിഞ്ഞു. സൈഡ് കണ്ടുപിടിച്ചു. Which figure encloses more area, the circle or the square? സർക്കിളിന്റെ ഏരിയ എത്രയാണ്? 154 സ്ക്വയർ സെന്റിമീറ്ററും സ്ക്വയറിന്റെ ഏരിയ എത്രയാണടാ? 121 സ്ക്വയർ സെന്റിമീറ്ററും. സോ ആരാണ്? യെസ്, സർക്കിൾ എൻക്ലോസസ് മോർ ഏരിയ അല്ലേ. സർക്കിൾ ആണ് മോർ ഏരിയ എൻക്ലോസ് ചെയ്യുന്നത് എന്നുള്ള കാര്യം നമുക്ക് ഇതിന്ന് കിട്ടി. ഈ ഒരു കൺക്ലൂഷൻ കൂടെ എഴുതി കഴിഞ്ഞാലേ നമ്മളുടെ ക്വസ്റ്റ്യൻ എന്താവുള്ളൂ? കംപ്ലീറ്റ് ആകുള്ളൂ, ഫുൾ മാർക്സ് സ്കോർ ചെയ്യാൻ പറ്റുള്ളൂ. സോ യെസ്, ഇതുപോലെ അടിപൊളി ക്വസ്റ്റ്യൻസുമായിട്ട് മിസ് നെക്സ്റ്റ് വീഡിയോയിൽ വരുന്നതായിരിക്കും. അതുവരേക്കും ബൈ.